എന്താണാവോ വിശേഷിച്ച്? അപ്പോൾ ദിലീപേട്ടന്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കനെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്തപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം. മാഡം തിരിഞ്ഞോ പാന്റ് അടിക്കാൻ? നോ പ്രോബ്ലം. എന്തായി? തുടക്കം ഗംഭീരമായി. മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. സാധാരണ അങ്ങനെയല്ലേ പതിവ്. നേരത്തെ വന്നല്ലോ. ഒരുപാട് സന്തോഷം. ചുളൂലൊരു ഹിറ്റ് കിട്ടി. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. മെഡിക്കൽ സയൻസിന് തെറ്റില്ല, അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സത്യം പറയാലോ, ഇവിടെ കുറച്ചു കാലം നിങ്ങളെ കൂടെ കൂടിയപ്പോ ഞാനും കുറച്ച് ഡീസന്റ് ആയി എന്നൊരു സംശയം. അതൊരു സംശയം മാത്രമാണ്. സാധാരണ ഇങ്ങനൊന്നും എന്റെ സിനിമകൾക്ക് സംഭവിക്കാത്തതാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. സാറിന് നല്ല കാലം വരുന്നുണ്ട്, അതിന്റെ ലക്ഷണം ഞാൻ കണ്ടു. ചെറുപ്പം മുതലേ എന്താ പറയണ്ടേ, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. ഓനെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ. ആവൂ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. ഹ്യൂജ് ഫാൻ ബോയ് ആണ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ, ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്. ഓ പുണ്യം. ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. അച്ഛാ, അതെ ഇമാതിരി ആവശ്യമില്ലാത്ത കോമഡി ഒന്നും പറയണ്ട കേട്ടാ. കോമഡി പടം എടുത്ത് പൊട്ടിയിട്ട് സാർ കോമഡി വിട്ടിട്ടില്ലല്ലേ? ദിലീപേട്ടനും സിദ്ദിഖും ഈ തെണ്ടിക്ക് എന്താ ഈ കാലത്ത്, ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. കാലം മാറി. പഴയ സാധനം ഇപ്പൊ വേണ്ട. ഇത് ഞാനെന്തേട്ട കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ ആണല്ലേ? നീ പുതിയ നമ്പർ ഉണ്ടെങ്കിൽ ഇറക്ക്. ഇതൊക്കെ ഓൾഡ് ഐറ്റംസാ. ശരിക്കുള്ള മിനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാന്ന് മനസ്സിലായി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ലല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട്. എടോ കൃഷ്ണൻകുട്ടിയാരെ, ആളെ വിളിച്ചു എനിക്ക് അവമാനിക്കരുത്. അതെ, നല്ല അസല കക്ഷികളോടൊപ്പാ പോണത്. ഇവരെന്നെ ചതയ്ക്ക് ഉറപ്പാ. എന്തായാലും ഇവിടെ വെച്ച് സംഭവിച്ചതെല്ലാം എന്നും നല്ലൊരു ഓർമ്മയായി മനസ്സിലിരിക്കട്ടെ. ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയില്ലാണ്ടിരിക്കുമ്പോ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ച ആർക്കായാലും സങ്കടം ഉണ്ടാവും. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുമണി ചന്ദ്രൻ അന്തസ്സായി ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ Welcome to Marnagina Trophy.